ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ടാവും. എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവും. വലിയ പരിചയമൊന്നുമില്ല ഇത്രയും രാവിലെ എണീറ്റ്. പക്ഷേ നമുക്ക് രാവിലെ എണീറ്റ് ഒരു സ്ഥലം വരെ പോകണം. ഓൾറെഡി നിങ്ങൾക്കറിയായിരിക്കും ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ വെളുപ്പിനുള്ള സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ വേറെ തന്നെ ഫീലാണ്. ആ ഒരു മരത്തിൽ നിന്നൊക്കെ കുറേ കിളികളുടെ ശബ്ദം ഉണ്ടായിരുന്നു, സൈഡിലൊക്കെ കുറേ പട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ ഇനി ഒരു പവർ നാപ്പൊക്കെ കഴിഞ്ഞ് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ട്രെയിൻ വരുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ഉറക്ക ക്ഷീണം. അപ്പം ഞാൻ കയറിയ പാടെ എൻ്റെ അപ്പർ ബർത്തായിരുന്നു. അപ്പർ ബർത്ത് കയറി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അലാറത്തെ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ എണീറ്റു. അപ്പോൾ എനിക്ക് ഇങ്ങനെ രാവിലെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആലപ്പുഴയൊക്കെ വഴി പോകുന്നൊരു ട്രെയിനായിരുന്നു. അറിയാമല്ലോ, ആലപ്പുഴ ആ ഒരു റീജിയനിലൂടെ പോകുമ്പോഴത്തേക്ക് സൈഡിലിങ്ങനെ വയലും വെള്ളവും ഭയങ്കര ഭംഗിയാണ് ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഉറക്കം എണീറ്റ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾക്കാരൊക്കെ ബിസി ആയിട്ട് അവരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി കൊല്ലം റെയിൽവേ സ്റ്റേഷനെത്തി. ഞാൻ ഇറങ്ങാനായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ഇത്രയും ചൂടുള്ള സമയമായിട്ടും അത്രയ്ക്ക് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട്. പക്ഷേ ഭയങ്കരമായ തണുപ്പും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതാ പുറത്തേക്ക് വന്ന് എൻ്റെ അനിയൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അവൻ എത്തിയിട്ടില്ല, ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയോണ്ട് തിരിച്ചു പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവനിപ്പോൾ ഉള്ളിൽ വന്ന് നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഫൈനലി ദാ എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് അവന് ഭയങ്കര ദാഹം, എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഈ ഒരു ചേച്ചി നടത്തുന്ന കടയിൽ നിന്ന് സർബത്തും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന്. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ചേച്ചി അത് ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻ എൻ്റെ എൽഡർ ബ്രദർ എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും, പക്ഷേ ഇവൻ എൻ്റെ യങ്ങർ ബ്രദറാണ്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 4.5 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ദാ അവൻ്റെ സർബത്ത്, പാൽ സർബത്ത് എന്നോ അങ്ങനെ എന്തോ ആണ് അതിനാ ചേച്ചി പേര് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടി, ഇഷ്ടപ്പെട്ടെന്നാവും പറയുന്നത്. അവൻ്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. നല്ലതാണ്, 25 രൂപയാണ്, എന്നാലും നല്ല വെർത്തിട്ടാണ്. നല്ല സാധനമാണ്, ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയതാണ്. 25 രൂപയേ ഉള്ളൂ, എന്നാലും തണ്ണിമത്തൻ പാൽ സർബത്ത് പക്ഷേ വെർത്തിട്ടാണ്. 25 രൂപയല്ല, അത്യം പറഞ്ഞാൽ 30 രൂപ മേടിക്കും അതിന്. കാരണം തന്നെ തണ്ണിമത്തൻ, നമ്മുടെ പപ്പായ അതെല്ലാം ഉണ്ട്. ദഹം നടക്കാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പള്ളിയിലേക്കായിരുന്നു. ഗുഡ് ഫ്രൈഡേയുടെ, അതായത് ദുഃഖ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകൾക്കായിട്ട്. ഇത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ്. നമ്മളിങ്ങനെ എല്ലാവരും വന്നിട്ട് കുരിശൊക്കെ മുത്തും. അപ്പോൾ ഇങ്ങനെ പുകയുടെ ഫുൾ ആംബിയൻസ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര രസമാണ്. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഈവനിങ് ആണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ പരിപാടികൾ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു എല്ലാവരും കൂടി ഇങ്ങനെ പ്രദക്ഷിണം പോലെ നടക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും. അങ്ങനെ ഈസ്റ്ററും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നു അമ്മയുടെ വീട്ടിലേക്ക്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞാനെങ്ങനെ രാത്രി കുർബാനയ്ക്കൊക്കെ പോയിട്ട് വന്നിരുന്ന് ഉറങ്ങി, പക്ഷെ ഉറക്കമൊന്നും അത്ര ശരിയായിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് അമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും, എന്നാലും ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെൻ്റെ കസിൻ ജിയ ആണ്. വെക്കേഷൻ ആയതുകൊണ്ട് ജിയയും നമ്മുടെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ഫുൾ തിരക്കിലാണ്, വന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ പരിചയപ്പെടാനും. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ നമ്മൾ രാവിലെ ഈസ്റ്ററിൻ്റെ ഫുഡ് കാണിച്ചില്ലല്ലോ. അപ്പോൾ എൻ്റെ വേറൊരു കസിൻ അവൻ എന്നോട് പറഞ്ഞു, അതിനെന്താ ചേച്ചി ഒന്നുകൂടെ അതൊന്ന് കഴിച്ചാൽ പോരെ ഒരു അപ്പം എടുത്തിട്ട്. പക്ഷെ എന്നാലും എനിക്ക് കഴിക്കാനുള്ള മടി കൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇത് അമലാണ്, നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതൽ നമ്മൾ പിള്ളേർ സെറ്റിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ലൈക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പം വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോഴേക്കും ഉച്ചക്കലത്തെ ഫുഡിനുള്ള സമയമായി. നമ്മുടെ ഈസ്റ്ററിൻ്റെ ഫുഡാണിത്. എല്ലാ കറികളും ഉണ്ട്, ബീഫ്, തോരൻ, ചമ്മന്തി, സാധാരണ ബിരിയാണിയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ കുറേ ഡിഷസ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു ചിന്ത, ഇത് മറ്റേ ഓൺലൈനായിട്ട് നമുക്കെല്ലാം എടുക്കാൻ പറ്റും ഈ TV യിൽ. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ചാനലും വ്ലോഗും വെച്ചുവിടാന്ന്. അപ്പോൾ നമ്മൾ
നമ്മളെല്ലാവരും കൂടെ വെറുതെ ഒരു തമാശയ്ക്ക് ഇരുന്ന് എൻ്റെ വ്ളോഗൊക്കെ കാണുകയും റീൽസൊക്കെ കാണുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ വൈബായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടാൻ പോയി. ഇവിടെ മൈക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ റൂമിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര വൈബായിട്ടിരുന്നു. ജിയയും അമ്മലും ഞാനും എല്ലാവരും ഇരുന്ന് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള സമയമായി. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അപ്പച്ചൻ്റെ കൂടെ ഞാനിരുന്ന് ക്യാരംസ് കളിക്കായിരുന്നു. അപ്പച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ് അപ്പച്ചൻ എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടിരുന്ന് ക്യാരംസ് ഒക്കെ കളിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ കൂടുതൽ തവണ അപ്പച്ചൻ തന്നെ ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഈ പ്രായത്തിൽ അപ്പച്ചൻ എന്നെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് എന്ത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ആ ഒരു സ്പീഡും ആക്യുറസിയും പിന്നെ കാഴ്ചയൊക്കെ മാറില്ലേ. എന്നിട്ടും ലൈക്ക് അപ്പച്ചൻ ഒരു 1-1 അല്ലെങ്കിൽ 1-2 രീതിയിൽ അപ്പച്ചൻ തന്നെ ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള സമയമായിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട്. പോകണമെന്നേ ആർക്കും ഇല്ല. പിന്നെ കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ലേറ്റ് ആയത് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അമ്മൽ അവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ചുമ്മാ കോമഡി എന്നാവും വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഈസ്റ്റർ ഡേ ആയിരുന്നു എല്ലാവരുടെയും കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ വീട്. കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയും കൂടെ ഒരുപാട് നിന്നിട്ടുണ്ട്. വെക്കേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണിത്. ഞാൻ ഇന്നലെ അങ്ങനെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വന്ന് സുഖമായിട്ട് ഇറങ്ങി റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മൾ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. കാവ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. പോകുന്ന വഴി നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് കൊല്ലം ഹൈവേയുടെ പണിയാണ്. ഇതിപ്പം 6 വരി പാത ആക്കാൻ പോവാണ്. പിന്നെ ഇങ്ങനെ ടേൺസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഓവർ ബ്രിഡ്ജ് വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കാവ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ദൂരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ചേട്ടൻ കാണിക്കുന്നതാണ് ഇല്ല എന്ന്. പക്ഷെ നമുക്കത് തോന്നി ഇത് ഓൾറെഡി വണ്ടി എന്തോ ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാൻ ആയതുകൊണ്ട്, അതിൻ്റെ നോമ്പായതുകൊണ്ട് ഓഫാണ്. കടകളെല്ലാം ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് വേറെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെനു നോക്കിയപ്പോൾ ഫുൾ ഇങ്ങനെ സാൻഡ്വിച്ചും റോൾസും ഒക്കെ ആയിരുന്നു. എന്നാലും എൻ്റെ ഗ്രിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചാൽ ഇവിടെ വന്നത്. നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ കൂടുതലും സാൻഡ്വിച്ചും റോൾസും ഒക്കെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത റമീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റമീസിൽ നോമ്പായതുകൊണ്ട് ഇനി ഉണ്ടാവും എന്നുള്ള ഡൗട്ട് കൊണ്ട് അങ്ങോട്ട് പോകാനത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെയെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുമോ നമുക്ക് എന്തായാലും നോക്കാം. ബോർ അടിപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ റമീസ് കാണിച്ചില്ല. റമീസും ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ജമാർ എന്നാണ് തോന്നുന്നു പേര്, ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്, ഓപ്പണും ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. ബാക്കി 2 സ്ഥലങ്ങളിലും ഓൾറെഡി പോയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഇതൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ വന്നിട്ട് മോശമാവുമെന്ന്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞേക്കുന്നത് ബീഫ് മന്തിയും ബിരിയാണിയും ഒക്കെയാണ്. എല്ലാവർക്കും അൽഫാം മന്തി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടെ അൽഫാം മന്തി തീർന്നു പോയി. അപ്പോൾ എല്ലാവരും ഭയങ്കര സാഡായി. അതുകൊണ്ട് വിഷമം മാറ്റാൻ വേണ്ടി ഒരു ചിക്കൻ 65 പറഞ്ഞു, പിന്നെ കുറച്ച് ജ്യൂസ് പറഞ്ഞു, പിന്നെ ബിരിയാണി പറഞ്ഞു. വേറെ ഒന്നുമില്ല അവിടെ. അപ്പോൾ നമ്മൾ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ കസ്റ്റമർ സർവീസ് അത്ര പോരാ. കാരണം ഓരോ ടേബിളിലും പ്രോപ്പറായിട്ട് ആൾക്കാരൊന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ചേട്ടന്മാർ വരും. നമുക്ക് ഫുഡ് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ബീഫ് മന്തി ഉണ്ട്, അതുപോലെ തന്നെ ബിരിയാണി ഉണ്ട്. ബിരിയാണിയുടെ പപ്പടം, അച്ചാർ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ജ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. ആദ്യത്തെ ഒരു ഫീലിൽ ആ ഒരു ടച്ചിങ്ങിൽ നല്ലൊരു സോഫ്റ്റ് ഫീലാണ്. ആ ഒരു നെയ്യുടെ ഒക്കെ ഒരു ഫീലാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് നമുക്ക് സാലഡ് വെക്കാം. പിന്നെ ഈ ഒരു അച്ചാറില്ലേ, ഡേറ്റ്സ് അച്ചാറാണ്. അത് ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ 65 വന്നിട്ടുണ്ട്. ചിക്കൻ 65 എന്ന് വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും ചിക്കൻ വറുത്തത് എന്നുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം. അതെനിക്ക് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടും തോന്നിയില്ല. പക്ഷേ ഓക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് വേറെ അൽഫാം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു സങ്കടം മാറ്റാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ട് ചിക്കൻ വറുത്ത എങ്ങനെ ഉണ്ടാവും ആ ഒരു ബേസിക് ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കുഴപ്പമില്ലാത്തൊരു ബില്ലായിരുന്നു.
എന്നാലും ആ ഒരു ബില്ലിന് കുറച്ചും കൂടെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കാവേന്നൊക്കെ കഴിക്കാമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ട്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓരോ ആൾക്കാരുടെ പ്രൈവറ്റ് റെസ്റ്റോറൻറ്റ്സ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഒരു കൺഫ്യൂഷനാണ്, കാരണം വെയിലായതുകൊണ്ട് നമുക്ക് ബീച്ചിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ RP മോളിൽ പോയാലോ എന്നൊരു ചിന്തയുണ്ട്. പോകുന്ന വഴിയെ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് കൊല്ലത്ത് പുതിയതായിട്ട് തുടങ്ങിയ സുഡിയോ കണ്ടത്. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി സുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു. ചൂടും വെയിലും ഒക്കെയാണ്, അപ്പോൾ ബീച്ചിലും വേറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും കിട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ചെരുപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ആ ചെരുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചും കൂടെ കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുതിയ ഷോപ്പൊക്കെ ആയതുകൊണ്ടും ഇവിടെ ആൾക്കാർ അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ടും അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ അടിച്ചു, ഞാൻ ഇറങ്ങി. ഒരുപാട് ഡ്രസ്സൊന്നും എല്ലാവർക്കും കിട്ടിയില്ല, പക്ഷേ ഉള്ളതിൽ വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡ്രസ്സും ചെരുപ്പും ഒക്കെയാണ് എടുത്തത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് RP മോളിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. ഈ ഒരു റൗണ്ട് ബോട്ടം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ പേരാണ് ചിന്നക്കട. ആ പേര് വരാൻ റീസൺ ചെറിയ കുറേ കടകൾ പണ്ടിവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിതാ RP മോളിൻ്റെ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇമേജ് വെച്ചേക്കാൻ റീസൺ ഇതിൻ്റെ ഉള്ളിൽ മലബാർ ഗോൾഡ് ഉണ്ട്. അപ്പം നമ്മളിതാ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഉള്ളിൽ വന്ന് മാക്ഡൊണാൾഡ്സ് കണ്ടപ്പോഴേക്കും ആകാശിന് ഐസ്ക്രീം കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഐസ്ക്രീം ഫാനൊന്നും അല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും ആകാശം മാത്രമാണ് ഐസ്ക്രീം വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല, എനിക്ക് നാച്ചുറൽസ് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പോസിറ്റ് ബസ്കിൻ റോബിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്താരും കയറാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഐസ്ക്രീമാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കാം ആരും കയറാത്തതെന്ന്. അങ്ങനെ നമ്മൾ പിന്നെയും ഇവിടെ വെറുതെ കറങ്ങി നിന്നു. കാരണം വെയിലായിട്ട് പുറത്തെവിടും പോയി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ ഡ്രസ്സ് കണ്ടോ? ഈ ഡ്രസ്സ് ഒരു കഫ്താൻ മോഡലിൽ ഞാൻ തന്നെ തയ്ച്ചൊരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാര്യമൊക്കെ കണ്ടിട്ടിങ്ങനെ ചിരിച്ചതാണ്. അപ്പോൾ നമ്മളിനി ഇവർ നടന്ന് മുകളിൽ പോയിട്ടൊരു ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ഈസി ബൈ ഉണ്ട്. ഈസി ബൈ നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ളതാണ് ഈസി ബൈ. ഞാനിപ്പോൾ എസ്കലേറ്റർ കയറി നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ നമുക്ക് ചായ കിട്ടും എന്ന പ്രതീക്ഷയിൽ പോവാണ്. അപ്പോൾ ഈ ഫുഡ് കോർട്ടിൽ എനിക്ക് വരുമ്പം ഭയങ്കര ഒരു മെമ്മറീസാണ്. കാരണം പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. പണ്ട് കൊല്ലത്ത് ഇങ്ങനെ കുറേ കടകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട്. ഞാനിനി ഇവിടുന്ന് ട്രെയിൻ കയറി തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ പോയ വിശേഷങ്ങൾ. പിന്നെ എന്നത്തെയും പോലെ ഞങ്ങളുടെ പേര് പറയണേ ചേച്ചിന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പേര് വായിക്കാം. ഫിദ, ഫാത്തിമ, ശ്രേയ, ആരതി, അമൽ, ജിയ. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റ് കമൻറ്റ്സ് ഇങ്ങനെ ഓടിച്ച് നോക്കിയിട്ടാണ് നിങ്ങളുടെ പേരുകൾ എഴുതി വെക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പേര് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം മല്ലു ടെക്കി ഗേൾ.